നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22 തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഒത്തിരിയേറെ സംഭവ വികാസങ്ങളാണ് ലോകത്തിൽ നടന്നത്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറ് മൂലം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച ഇടിഞ്ഞു. യുഎസിൽ നിന്നും ഏറ്റവും മുഖ്യമായ വാർത്തയുള്ളത് ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് നോമിനിയായി അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും മൈക്രോസോഫ്റ്റിന്റെ പ്രശ്നങ്ങളും ജോ ബൈഡന്റെ പിന്മാറ്റവും കാരണം ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ബഡ്ജറ്റ് ഡേ നാളെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എക്കണോമിക് സർവേ 2024 പാർലമെന്റിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഈ എക്കണോമിക് സർവേ. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നോക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഇടിവിന്റെ ഒരു കാരണം വിൻഡോസുമായി ബന്ധപ്പെട്ടതായിരുന്നു. ലോകം മുഴുവൻ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. മൈക്രോസോഫ്റ്റിന്റെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ വിൻഡോസ് തകരാറിലായതിനെ തുടർന്ന് ആഗോളതലത്തിൽ വിവിധ മേഖലകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. വിവിധ രാജ്യങ്ങളിലായി 3300 വിമാന സർവീസുകൾ റദ്ദാക്കി. ആരോഗ്യമേഖല, അടിയന്തര സേവനങ്ങൾ, ബാങ്കിംഗ്, സൂപ്പർ മാർക്കറ്റുകൾ, വാർത്താ ചാനലുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ജർമ്മനി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ IT സേവനങ്ങൾ മുടങ്ങി. മൈക്രോസോഫ്റ്റിന് സുരക്ഷയൊരുക്കുന്ന അമേരിക്ക ആസ്ഥാനമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ സോഫ്റ്റ്വെയർ പണിമുടക്കിയതോടെയാണ് ലോകമെങ്ങും വെള്ളിയാഴ്ച പുലർച്ചെ 3:30 IT സേവനങ്ങൾ തടസ്സപ്പെട്ടത്. ഇതോടെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം വലിയ ഇടിവിലേക്ക് പോയി. ഏഷ്യൻ, യൂറോപ്യൻ, US മാർക്കറ്റുകളെല്ലാം കനത്ത ഇടിവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് Q1 റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മിക്ക പ്രമുഖ കമ്പനികളും ശരാശരി ഫലം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ഈ റിസൾട്ടുകൾ പരിശോധിച്ചപ്പോൾ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കമ്പനികളെയാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ 171 കമ്പനികളുടെ ഒരു സാമ്പിൾ അറ്റാദായം 10% കുറയുകയും പ്രവർത്തന മാർജിൻ 200 ബേസിസ് പോയിന്റുകൾ കുറയുകയും ചെയ്തപ്പോൾ അറ്റ വിൽപ്പന 7% വർദ്ധിച്ചു. സാമ്പത്തികം ഉൾപ്പെടെ 206 കമ്പനികളുടെ അറ്റ വിൽപ്പന 9% വർദ്ധിച്ചു. അറ്റാദായം വർഷം തോറും 4% വർദ്ധിച്ചത്. ഇനി ഇത്തരത്തിലുള്ള ഇടിവിന്റെ കാരണം കമ്പനികൾ പറയുന്നത് തിരഞ്ഞെടുപ്പാണ് ഒരു മുഖ്യമായ കാരണമായി പറയുന്നത്. മാത്രമല്ല, കാലാവസ്ഥയിലെ വ്യതിയാനം, തൊഴിലാളി ക്ഷാമം എന്നിവയാണ് വളർച്ച മന്ദഗതിയിലായതിനുള്ള കാരണങ്ങളായി കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി റിപ്പോർട്ട് ചെയ്ത പ്രമുഖ കമ്പനികളുടെ Q1 റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ഏഷ്യൻ പെയിന്റ്സിന്റെ ലാഭം പ്രതിവർഷം 26% ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിരിക്കുന്നു. JSW സ്റ്റീലിന്റെ ലാഭം 64% ഇയർ ഓൺ ഇയറിൽ കുറഞ്ഞിരിക്കുന്നത്. ജൂൺ പാദത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അറ്റാദായം ഇയർ ഓൺ ഇയറിൽ 5.5% കുറഞ്ഞപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 20% കുറഞ്ഞത്. കൂടാതെ ഇൻഫോസിസിന്റെ ഉയർന്ന വരുമാന ഗൈഡൻസ് ഒരു പോസിറ്റീവായിട്ട് ഈ റിപ്പോർട്ട് കാണുകയും ചെയ്യുന്നു. മറ്റൊരു മുഖ്യമായ കാര്യം കൂടി ഇന്ന് നടക്കുന്നത് 2023-24 സാമ്പത്തിക സർവേ, അതായത് എക്കണോമിക് സർവേ ഉച്ചയ്ക്ക് 1 മണിക്ക് ലോക്സഭയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യസഭയിലും അവതരിപ്പിക്കും. NMCയിൽ ഉച്ചയ്ക്ക് 2:30 വാർത്താ സമ്മേളനമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇവന്റ് തന്നെയാണിത്. ഈ എക്കണോമിക് സർവേയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച അവതരിപ്പിക്കാൻ പോകുന്ന 2024-25 ബഡ്ജറ്റിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഈ എക്കണോമിക് സർവേ തരും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധാപൂർവമായിരിക്കും എക്കണോമിക് സർവേ വീക്ഷിക്കുക. അടുത്തതായി മുഖ്യമായ കമ്പനികളുടെ Q1 റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റേത്. Q1-ൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 17,448 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 18,182 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 5% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 11.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. എബിറ്റ 2% ഉയർന്നു. ജിയോ പ്ലാറ്റ്ഫോമിന്റെ പ്രോഫിറ്റിൽ 11.7% വർധനവുണ്ടായിരിക്കുന്നു. റവന്യൂവിൽ 12.8% വർധനവും. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ പ്രോഫിറ്റിൽ 4.6% വർധനവ്. റവന്യൂവിൽ 8.1% വർധനവ്. ഓയിൽ ടു കെമിക്കൽ റവന്യൂവിൽ 18.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് റവന്യൂവിൽ 33.4% വർധനവും രേഖപ്പെടുത്തി. റിലയൻസിന്റെ അത്ര നല്ലൊരു റിസൾട്ട് അല്ല ഈ ക്വാർട്ടറിൽ പുറത്തു വന്നത്. അടുത്തത് HDFC ബാങ്കിന്റെ റിസൾട്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റിൽ 2% ഇടിവ് വന്നിരിക്കുന്നു. 16,174.8 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.6% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നു.
പ്രൊവിഷൻസിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 2602 കോടി രൂപയിലാണ് പ്രൊവിഷൻസ് ഉള്ളത്. അടുത്തത് വിപ്രോയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 5.21% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 0.8% ഇടിവാണ് വന്നിരിക്കുന്നത്. എബിറ്റ 0.4% ഇടിയുകയും ചെയ്തു. അടുത്തത് യെസ് ബാങ്കിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 12.2% വർധനവും ഗ്രോസ് NPA ഫ്ലാറ്റായ രീതിയിലുമാണുള്ളത്. നല്ല ഒരു ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് തന്നെയാണ് യെസ് ബാങ്ക് പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, GMR ഇൻഫ്ര, HAL, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, PEL, സെയിൽ, വേദാന്ത ലിമിറ്റഡ് എന്നിവയാണ്. മറ്റൊരു മുഖ്യമായ കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10:30 കൂടിയാണ്. 10:30 മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. നാളെ നമ്മുടെ ബഡ്ജറ്റ് സെഷൻ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നല്ല വോളറ്റാലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ട് നമ്മൾ 10:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവിലുണ്ടായിരിക്കും. എല്ലാവർക്കും വീഡിയോ കാണാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ സ്ഥിരമായി നടക്കുന്ന ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ എഡ്യൂക്കേഷൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഇവൻസുകളിൽ ഏറ്റവും മുഖ്യമായത് യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ്. വരുന്ന ചൊവ്വാഴ്ചയാണ് യൂണിയൻ ബഡ്ജറ്റ് നടക്കുന്നത്. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഇവൻസുകളുമുണ്ട്. എല്ലാത്തിലേക്കും നമുക്ക് വരാം. ആദ്യം ജൂലൈ 22 തിങ്കളാഴ്ച എക്കണോമിക് സർവേ ഡാറ്റയാണ് പുറത്തു വരുന്നത്. ജൂലൈ 23 യൂണിയൻ ബഡ്ജറ്റ് 2024 നടക്കും. ബുധനാഴ്ച ഇന്ത്യയുടെ HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഡാറ്റ പുറത്തു വരും. ജൂലൈ 25 വ്യാഴാഴ്ച US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും. വെള്ളിയാഴ്ച ജൂലൈ 26 ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റും പുറത്തു വരും. അടുത്തതായി പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. തിങ്കളാഴ്ച ജൂലൈ 22 കോഫോർജിൻ്റെയും ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും റിസൾട്ടാണ് വരുന്നത്. ജൂലൈ 23 ചൊവ്വാഴ്ച ബജാജ് ഫിനാൻസ്, ICICI സെക്യൂരിറ്റീസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയുടെ റിസൾട്ട് പുറത്തു വരും. ജൂലൈ 24 ബുധനാഴ്ച ബജാജ് ഫിൻസർവിൻ്റേതും, KPIT ടെക്നോളജീസ്, ആക്സിസ് ബാങ്ക്, L&T, SBI ലൈഫ് തുടങ്ങിയവയുടെ റിസൾട്ട് പുറത്തു വരും. വ്യാഴാഴ്ച ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, UTI AMC, ജ്യോതി ലാബ്സ്, രാംകോ സിമെന്റ്സ്, സെയിന്റ്, യുണൈറ്റഡ് ബ്രിവറീസ്, ടെക്കം തുടങ്ങിയവയുടെ റിസൾട്ട്. വെള്ളിയാഴ്ച സൊനാഫി ഇന്ത്യ, സിപ്ല. ശനിയാഴ്ച പുറത്തു വരുന്ന റിസൾട്ടുകൾ ICICI ബാങ്കിൻ്റെതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും റിസൾട്ട് ശനിയാഴ്ച തന്നെയാണ്. ഏറ്റവും മുഖ്യമായ ഇവന്റ് യൂണിയൻ ബഡ്ജറ്റ് ആണെങ്കിൽ തന്നെ ഒത്തിരിയേറെ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എല്ലാവരും റിസൾട്ടുകൾ പ്രത്യേകം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിഫ്റ്റിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. 7 ആഴ്ചത്തെ നേട്ടം തുടർന്ന് ഇന്ത്യൻ വിപണി. എന്നാൽ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരു ഷാർപ്പ് ഫോൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിലെ 95% കമ്പനികളും നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയത്. 4 ദിവസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷമാണ് നിഫ്റ്റി വലിയ രീതിയിൽ വെള്ളിയാഴ്ച ഇടിഞ്ഞത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയ കാര്യങ്ങളിലേക്ക് കടന്നാൽ Q1 ഏർണിംഗ്സിന് മുന്നോടിയായി വിപ്രോ ഇടിഞ്ഞു. മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് കണ്ടു. ശക്തമായ റിസൾട്ടുകൾ കാരണം ഇൻഫോസിസ് 2% ഉയർന്നു. MCX 6% ഇടിഞ്ഞത്. ബോണസ് ഇഷ്യൂവിനെ തുടർന്ന് VST ഇൻഡസ്ട്രീസ് 11% ഉയരുകയും ചെയ്തു. നിഫ്റ്റിയിലേക്ക് 24,530 1.09% ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. 24,854 എന്ന പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വലിയ ഒരു ഇടിവിലേക്ക് നിഫ്റ്റി പോയത്. ഡൗൺ സൈഡിൽ 24,450 ലെവലിലാണ് 10-day EMI ഉള്ളത്. അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. കൂടാതെ 24,500 നിഫ്റ്റിക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതും ഇപ്പോഴത്തെ ടോപ്പിൽ, അതായത് ഏറ്റവും ടോപ്പിൽ നിന്നാണ് ആ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ എല്ലാ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിരുന്നു വെള്ളിയാഴ്ചത്തെ വോളിയം. ഇത് രണ്ടും ഒരു റിവേഴ്സലിൻ്റെ സൂചനയായി നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. കൂടാതെ ഹവർലി ചാർട്ടിൽ മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. വീക്ക്ലി ക്യാൻഡിൽ പരിശോധിച്ചാൽ വലിയ അപ്പർ ഷാഡോവോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിലും ഫോം ആയിരിക്കുന്നത്. അതും നെഗറ്റീവായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 25,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,800 സ്ട്രൈക്കുമാണ് കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകളായി വരുന്നത്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 23,600 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500ഉമാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,500 ആണ് എന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ സ്ട്രൈക്ക് 24,550 ആണ്. 22% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 151% വർധനവാണ് കോൾ സൈഡിലുള്ളത്, നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. അടുത്തതായി 24,500 സ്ട്രൈക്കിൽ 11% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 35% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,600 സ്ട്രൈക്കിൽ 10% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, അതായത് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 32% വർധനവ് കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റിയിലും നല്ല സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു. 355 പോയിന്റ്സ് ഇടിഞ്ഞ് 52,266 വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 21 ഡേ EMA ഉള്ളത് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായ 52,000 ലെവലിലാണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു ലെവൽ തന്നെയാണ്. അപ്സൈഡിൽ ക്രൂഷ്യലായ ലെവലാവാൻ സാധ്യതയുള്ളത് 53,000 ആണ്. അതിന് മുന്നേ ആയിട്ട് ബാങ്ക് നിഫ്റ്റി 52,500 എന്ന പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.82 2.17% ഉയർന്നാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIIs 1,506 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ബൈ ചെയ്തത്. DIs ആവട്ടെ തുടർച്ചയായ 5ാമത്തെ ദിവസവും സെല്ലിംഗിലേക്ക് പോയി 481 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. വിപണി ഒരു ഇടിവിലേക്ക് പോകുമ്പോഴും FIIs ബൈയിങ് മോഡിലാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. US മാർക്കറ്റിലേക്ക്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് തകരാറാവാൻ കാരണമായ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ സോഫ്റ്റ്വെയറിലെ തകരാറ് കാരണം വ്യാപകമായ സാങ്കേതിക തകർച്ച എയർലൈനുകൾ, ബാങ്കിംഗ്, ഹെൽത്ത് കെയർ എന്നിവയിലെ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിച്ചു. ക്രൗഡ് സ്ട്രൈക്കിന്റെ ഓഹരികൾ 11% ഇടിഞ്ഞു. അതേസമയം മറ്റ് സൈബർ സുരക്ഷാ സ്ഥാപനങ്ങളായ പാലോ ഓൾട്ടോ നെറ്റ്വർക്ക് 2.2%, സെന്റിനൽ വൺസോ 7.8% ഉയർച്ചയും രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നാസ്ഡാക്ക് 0.81% ഇടിഞ്ഞു. S&P 500 0.71% ഇടിഞ്ഞു. റസൽ 2000 0.63% ഇടിഞ്ഞത്. ചിപ്പ് സെക്ടറാണ് അന്ന് പ്രധാനപ്പെട്ട ഇടിവ് രേഖപ്പെടുത്തിയത്. എൻവിഡിയ ഇടിയുകയുണ്ടായി. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 3.1% ഇടിഞ്ഞു. മറ്റൊരു മുഖ്യമായ കാര്യം കൂടി US നടന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് നോമിനിയായി അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം വ്യാപാരികൾ US രാഷ്ട്രീയ രംഗം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ട്രംപിന് നേരെ നടന്ന ആക്രമണം അദ്ദേഹത്തിന് വളരെ അനുകൂലമായി. മാത്രമല്ല ജൂണിൽ ബൈഡന്റെ മോശം സംവാദ പ്രകടനത്തെ തുടർന്നുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അടുത്തതായി LSEG ഡാറ്റയിലേക്ക് വന്നാൽ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോഴും 93.5%. അത് വളരെ പോസിറ്റീവായി തന്നെ എടുക്കാം. റിസൾട്ടുകളിലേക്ക് വന്നാൽ 70 S&P 500 കമ്പനികളുടെ Q2 റിസൾട്ടുകൾ പുറത്തു വന്നു. ഇതിൽ 83% എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് LSEG ഡാറ്റ പറയുന്നു. ഇതെല്ലാം US മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ടെക് സൈഡിൽ വിപ്രോ ആണ് വലിയ ഇടിവിലേക്ക് പോയത്. 11.8% ഇടിഞ്ഞു. ഇൻഫോസിസ് 2.56% ഇടിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 4% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1%-ന് മുകളിൽ ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിൽ, S&P 500 0.34% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ലണ്ടൻ സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോള IT തകർച്ച നിക്ഷേപകർ വിലയിരുത്തിയതിനാൽ വെള്ളിയാഴ്ച യൂറോപ്യൻ വിപണിയും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.60% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.69% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡാക്സ് 0.24% നേട്ടത്തിൽ, CAC 0.31% നേട്ടത്തിൽ, FTSE 0.25% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് നോമിനിയായി അംഗീകരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി എന്ന വാർത്തകൾ
തിങ്കളാഴ്ച പുറത്തു വന്നതോടെ ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഇടിവിലാണ് ഇന്ന് ആരംഭിച്ചത്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,418 എന്ന നിലയിലാണ്. 116 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 110 മുതൽ 120 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ കനത്ത ഇടിവിൽ തന്നെയാണ്. 0.88% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 1.09% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 1.14% ഇടിവിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.17% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ഗാസയിലെ വെടിനിർത്തലിനെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകളോട് നിക്ഷേപകർ പ്രതികരിച്ചതിനാൽ വെള്ളിയാഴ്ച എണ്ണവിലയിൽ $2 ഒരു ഇടിവുണ്ടായി. അതേസമയം ശക്തമായ ഡോളറും വിപണിയെ സമ്മർദ്ദത്തിലാക്കി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $82.92 പെർ ബാരൽ എന്ന നിലയിൽ 0.41% നേട്ടത്തിൽ. WTI ഉള്ളത് $78.89 പെർ ബാരൽ എന്ന നിലയിൽ 0.33% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.